ഐസായിക്ക് ഞാൻ വന്നിരിക്കുന്ന ഒരു റിയൽമിയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായിട്ടാണ്. നല്ല കിടുക്കാച്ചി പെർഫോമൻസ് ഫോണാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല കിടുക്കാച്ചി പെർഫോമൻസ് ഫോണ്. നമുക്ക് നേരെ ഫോണിലോട്ട് പോവാം. നേരെ ഫ്ലിപ്കാർട്ട് എടുക്കുക. അതിന് ശേഷം എവിടെയൊക്കെ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ സെയിൽ നടക്കുന്നതുകൊണ്ട് എല്ലാ സാധനത്തിനും വില കുറവാണ്. അപ്പോൾ നിങ്ങൾ പോയി വാങ്ങുക. ഫോൺസിനൊക്കെ നല്ല വില കുറവാണ്. 1,50,000 രൂപയ്ക്കൊക്കെ ഒരു ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നല്ല അടിപൊളി ഫോണൊക്കെ നമുക്ക് വില കുറവില്ല കേട്ടോ. ഐഫോണിനൊക്കെ 1,50,000 മുതലൊക്കെയാണ്. ഐഫോൺ 17 പ്രോയ്ക്ക് 1,50,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല വില കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽമി P4 5G എന്ന് പറഞ്ഞൊരു കിടിലം ഫോണാണ്. 20,000 രൂപയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ. 21,000 രൂപയാവും. എന്നാൽ നല്ല കിടിലൻ ചിപ്സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ ചിപ്സെറ്റ്. കസ്റ്റമൈസ്ഡ് ബൈ BGMI. ഈ ഫോൺ BGMIക്ക് വേണ്ടി മാത്രം ചെയ്തൊരു ഫോണാണ്. നമ്മുടെ മറ്റേ ഇൻഫിനിക്സിൻ്റെ ആ ഫോൺ പോലെ BGMIയുടെ കസ്റ്റമൈസേഷനാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. 4000 നെറ്റ് പീക്ക് ബ്രൈറ്റ്നസ് ആൻഡ് 144 ഹെർട്സിൻ്റെ നല്ല AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 7000 mAh ബാറ്ററി പ്ലസ് 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. നല്ല തിന്നാണ് ഫോണ്. പിന്നീട് ചിപ്സെറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യാസ് ഓൺലി സ്മാർട്ട് ഫോൺ വിത്ത് ഡ്യുവൽ ചിപ്സെറ്റ്. മീഡിയാടെക്കിൻ്റെ D7400 ഹൈപ്പർ വെർഷൻ AI ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. BGMIക്ക് വേണ്ടി മാത്രം. BGMIക്ക് വേണ്ടിയല്ല, BGMI വരെയുള്ള BGMI കസ്റ്റമൈസേഷനാണ്. BGMI വരെ കളിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നീട് പറഞ്ഞ പോലെ 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 4000 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഡ്യുവൽ വീഡിയോ ഉണ്ട്, എഡിറ്റിങ്ങും ഉണ്ട്. പിന്നീട് 7000 ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നീട് IP55 ആൻഡ് 56 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. 3 കളറിലാണ് അവൈലബിൾ. ഇതിൽ മെറ്റൽ എന്താ പറയുന്നൊരു കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലൊരു 144 FPS ഗെയിം കളിക്കാൻ പറ്റും. AI ഹൈപ്പർ മോഷനുണ്ട്. AI ഹൈപ്പർ കിട്ടിയ എന്തുകൊണ്ട്. പിന്നീട് നമുക്കറിയാലോ മീഡിയാടെക്കിൻ്റെ ഡയമണ്ട് സിറ്റിയുടെ ചിപ്സെറ്റാണ് വരുന്നത്. 778K ANTUTU സ്കോർ നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ BGMI 144 FPS കളിച്ച 7 മണിക്കൂർ ബാറ്ററി ലൈഫ് കളിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. യെസ്, കൊള്ളാം. പിന്നീട് മറ്റേ താരതമ്യമൊക്കെ ഉണ്ട്. നമ്മുടെ 44 ഈ ഫോണ്, നമ്മുടെ മറ്റേ ചിപ്സെറ്റ് വെച്ചിരിക്കുന്ന ഫോണ് 144 FPS, മറ്റേതൊക്കെ ബ്രൈറ്റ്നസ്സൊക്കെ കുറവാണ്. പിന്നെ 7 mAh, ഇത് 5500, ഇത് 5700. പിന്നെ തിക്നെസ്സും അതേപോലെയൊക്കെ തന്നെ. പിന്നെ കോളിംഗ് ചാപ്പർ ഇല്ല. വാട്ട്. പിന്നീട് 50 മെഗാപിക്സൽ പെട്ടിട്ട് ഇതുപോലെ തന്നെ. ഇത് 2 ഉള്ളൂ. ഇത് മറ്റേ ബ്രൈറ്റ്നസ്. ഇതും രണ്ടാമത് കാണുന്ന സ്നാപ്ഡ്രാഗൻ്റെ 7th Gen ചിപ്സെറ്റും. ഇത് നോർമൽ ഈ ഹൈപ്പർ വെർഷൻ അല്ലാതെ ഡയമണ്ട് സിറ്റിയുടെ 70,400 ഒരു ചിപ്സെറ്റും. ഈ ഫോൺ കൊള്ളാമെന്നുള്ള ഒരു പൊക്കലാണ്, നമുക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. എങ്കിലും വേപ്പർ കൂളിംഗ് ചാമ്പർ ഇല്ലാത്ത ഫോണോ ഇപ്പോഴാ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. കാണുമായിരിക്കുമല്ലേ. പിന്നീട് ഇതിൻ്റെ തിക്നെസ്സിലോട്ടാണ് ഞാൻ പോകുന്നത്. തിക്നെസ് 7000 mAh നല്ല കിടുക്കാച്ചി കിണ്ണങ്കാച്ചി കിഡിലോസ്കി ബാറ്ററി ഇരിക്കുമ്പോഴും 7.58 7.58
ഇതിൻ്റെ ഇതേ വരുന്നുള്ളൂ. തിക്നെസ് പിന്നീട് 4500 ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. BGMI കളിക്കാൻ പറ്റും. നല്ല 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ, 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, സാധനങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിൽ. പിന്നീട് സ്റ്റീൽ ഗ്രേ എന്ന് പറഞ്ഞ ഒരു കളറാണ് വരുന്നത്. 360 ഡിഗ്രിയുടെ നല്ല അടിപൊളി പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഫോണാണ്. ഇതിൽ 256 GB പ്ലസ് 18 GB നമുക്ക് വരുന്നത് 21,000 രൂപയാണ്. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഞാൻ കാണിച്ച് തരിക. ഇതെന്ന് തോന്നുന്നു ഇതിൽ ഫ്രീ ഫയറൊക്കെ കിണ്ണം കച്ചാൽ കളിക്കുക. വേറെ ഒരു കുഴപ്പവും ഇതിൽ വരില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് കിടിലോ ക്യാമറയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ആ മെയിൻ ക്യാമറയിലെടുത്ത നല്ല വിജയത്തൊക്കെ വെച്ചുള്ള കിടിലോ ക്യാമറയാണ് വരുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ചകഞ്ഞ് പോവുകയാണെങ്കിൽ ഒരു വർഷത്തെ എന്തോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്, ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിന് എന്തൊക്കെയോ തരുന്നുണ്ട്. പിന്നീട് AMOLED ഡിസ്പ്ലേ ആണ്. 1.7 ബില്യൺ കളേഴ്സ് ഇതിലുണ്ട്. മീഡിയാടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി ആണ്. 50 മെഗാ പിക്സൽ പെട്ട് 8 മെഗാ പിക്സലാണ്. സെക്കൻഡറി ക്യാമറ അവൈലബിളും ആണ്. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലാണ്. എൻ്റെ പൊന്നോ HD റെക്കോർഡിങ്ങും ഫുൾ HD റെക്കോർഡിങ്ങും ഉണ്ട്. വീഡിയോ റെക്കോർഡിങ് അല്ലാതെ ഉണ്ട്. പിന്നീട് HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നീട് റിയൽമി UI 6.7 ആണ്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് ആണ്. ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചെടുക്കുക. 300% വോളിയം അപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ 10 വാട്ട്സിൻ്റെ റിവേഴ്സ് ചാർജിങ്, മ്യൂസിക് പ്ലെയർ ഉണ്ട്. പക്ഷേ മറ്റേ FM-ൻ്റെ ഇതൊന്നുമില്ല. DLNA സ്പോട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് കൊള്ളാം. നല്ല ഡ്യുവൽ സിമ്മിൻ്റെ ഒരിതാണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇല്ല. എന്നാൽ OTG കണക്ടിവിറ്റി ചെയ്യാൻ പറ്റും. പിന്നീട് ടച്ച് സ്ക്രീനാണ്. പിന്നീട് എല്ലാവരും കണ്ടുപിടിക്കേണ്ടതാണ് ഇൻഡി ബോക്സിൽ ഹെഡ്സെറ്റ് ഉൾപ്പെടെ സിം എഡിറ്റിംഗ് ടൂൾ വരെ ഇവർ കൊടുക്കുന്നുണ്ട്. ഐഫോണിലൊക്കെ ഇപ്പോൾ ഫോണിൽ ചാർജിങ് കേബിളിന് കുറേ വരുമ്പം പെട്ടിന്ന് ഫോൺ മാത്രം നമുക്ക് കൊണ്ടുവരും. ഇതൊക്കെ കണ്ടാടി ഹെഡ്സെറ്റ്, ചാർജർ, USB ഡേറ്റ കേബിൾ, സിം എഡിറ്റിംഗ് ടൂള്, പ്രൊട്ടക്റ്റീവ് കേസ്, ക്വിക്ക് ഗാർഡ്സ്, സേഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞ ഇത്രയും സാധനം വരുന്നുണ്ട്. ഹെഡ്സെറ്റ് ഉൾപ്പെടെ വരുന്നുണ്ട്. ടൈപ്പ് സിയുടെ ഓഡിയോ ജാക്കാണ് വരുന്നത്. പിന്നീട് വൈഫൈ പോർട്ട് ഉണ്ട്. NFC ഇല്ല. ബാക്കിയെല്ലാം നല്ല കിടിലോസ്കി പ്രൊട്ടക്ഷൻ വെച്ചിട്ടാണ് വരുന്നത്. നല്ല അടിപൊളി ഫോണാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഈ ഫോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതേപോലെ വീഡിയോകൾ കിട്ടുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ഈ ഫോണ് ഉണ്ട് ഇവിടെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ. വിലയൊക്കെ കുറവാണ്. നല്ല സെയിലൊക്കെ നടക്കണോണ്ട് നമുക്ക് 20,000 രൂപയ്ക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോകുമ്പോൾ 30,000-40,000 രൂപയാണ്. നിങ്ങൾ വേണ്ട 256 GB പ്ലസ് 8 GBക്ക് 21,000 രൂപയുള്ളൂ. അങ്ങ് പോകുമ്പോൾ 30,000 രൂപയാവും. അതുകൊണ്ട് ആവശ്യമുള്ള ഒരു ഫ്ലിപ്കാർട്ട് കയറി വാങ്ങാൻ. നല്ല സർവീസൊക്കെയാണ് തരുന്നത്. ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. നല്ല അടിപൊളി കിണ്ണം കാച്ചി ഫോൺ നമ്മളെ കയ്യിൽ കിട്ടുകയും ചെയ്യും. വിലയും നമുക്ക് കുറവായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഫോണിൻ്റെ അപ്ഡേഷൻസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.